हालेलुया। तंबू में रहने वाला परमेश्वर। तंबू ये क्या है? सारे ब्रह्मांड को रचने वाला परमेश्वर मनुष्यों के साथ में तंबू में रहना असंभव है क्या? इसके बारे में आइए हम जानकारी के लिए पास्टर पी अद्रुबन के जरिए होते हुए इस प्रवचन को हम सुने। आप ध्यान से सुनिएगा। നമസ്കാരം. സലാം, പ്രേമി സലാം. ദൈവത്തിന്റെ കൂടാരം, പരമേശ്വർ കാ തംബു. നമ്മുടെ ഈ എപ്പിസോഡിലെ വിഷയം ദൈവത്തിന്റെ കൂടാരം എന്നാണ്. इस एपिसोड का विषय है परमेश्वर का तंबू. വെളിപ്പാട് പുസ്തകം 21 അധ്യായമാണ് ആധാരമായി ചിന്തിക്കാനുള്ളത്. പ്രകാശിत वाक्य 21 अध्याय उसके लिए हम लोग पढ़ रहा है. ഭൂമിയിൽ ആദി മനുഷ്യനായ ആദാം മുതൽ पृथ्वी में आदि मनुष्य आदम से लेकर ഇതുവരെയുമുള്ള മനുഷ്യവാസം കൂടാരങ്ങളാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. आज तक जो मनुष्य तंबू में रहते करके बोलने में कोई गलती नहीं है. പുല്ലുകൊണ്ട് ഭവനം പണിതവരുണ്ട്. घास से लेकर अपना तंबू बनाने वाला है. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് കോൺക്രീറ്റ് ബിൽഡിംഗിലും ആധുനിക ലക്ഷറി ലൈഫിലുമായി. समय बीतने पर वो कंक्रीट का घर बन गया और कई प्रकार की तंबू बन गया. ഇത് ദൈവത്തിന്റെ വചനാടിസ്ഥാനത്തിൽ എല്ലാം കൂടാരമാണ്. ये परमेश्वर के वचन के आधार पर सब तंबू है. നമ്മുടെ ശരീരവും ഒരു കൂടാരമാണ്. हमारा शरीर भी एक तंबू सरिका है. കൂടാരം എന്ന് പറയുമ്പോൾ ടെമ്പററിയാണ്. तंबू बोलेगा तो वो कुछ समय के लिए टेम्पररी है. അല്പ സമയത്തിനകത്ത് അത് അവസാനിക്കുന്നതാണ് तंबू എന്ന് അർത്ഥം. थोड़ा समय के अंदर वो खत्म होने वाला है, इसके लिए तंबू बोलता है. എത്ര ബൃഹത്തായ ബിൽഡിംഗ് പണിതാലും, कितना भी मजबूत बिल्डिंग बनाए, ആ ബിൽഡിംഗിനകത്ത് പാർക്കുന്ന നമ്മൾ टेम्पररी पीरियड ആണ്. वो मकान के अंदर रहने वाला हम बहुत थोड़े समय के लिए टेम्पररी वहां पर रहता है. ശവക്കുഴിയോടുകൂടി അവസാനിക്കുന്ന ഒരു കൂടാരമാണ്. कब्रिस्तान से खत्म होने वाला एक तंबू में हम रहते हैं. അങ്ങനെ ഭൂമിയിലെ കൂടാരവാസികൾക്ക് കർത്താവ് ഒരു കൂടാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. इस धरती पर रहने वाला तंबू वासियों को एक तंबू के रहने का उसके बारे में लिखा गया है. അബ്രഹാമിന്റെ സന്തതികൾ മരുപ്രയാണം ചെയ്ത 40 വർഷവും കൂടാരവാസികളായിരുന്നു. अब्राहम का पीढ़ी जब मरुस्थल से होकर उनका सफर कर रहा था, वो पूरा समय तंबू में ही रहता था. 40 വർഷവും അവർ കൂടാരങ്ങൾ മാറ്റി മാറ്റി അടിച്ച് വാഗ്ദത്ത കനാലിലെത്തി. 40 साल तंबू बना बना के गया था. അങ്ങനെ സ്വർഗീയ കൂടാരത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഇവിടെ നമ്മൾ ഇന്ന് ഒരു ടെമ്പററി കൂടാരവാസികളാണ്. ऐसा स्वर्गीय तंबू में पहुंचने के लिए आज हम एक टेम्पररी तंबू में रहता है. അതിനുവേണ്ടി ഈ ബൈബിളിലെ समाप्त ग्रंथമായ വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. उसके लिए जो परमेश्वर का वचन का जो प्रकाशित वाक्य उसकी 21वें अध्याय में हम आए. ഒരു കൂടാരം എന്ന വാക്യത്തെ പ്രാധാന്യമാക്കിക്കൊണ്ട് അല്പകാര്യങ്ങൾ ചിന്തിക്കുന്നു. तंबू के बारे में कुछ थोड़े बातों को हम मनन करेंगे. അതിന്റെ വിശദീകരണങ്ങൾ പല എപ്പിസോഡുകളായി പിന്നെ ഇടുന്നതായിരിക്കും. उसके बारे में विस्तार से अगले एपिसोड में हम लोग जाने देने वाला है. സ്വർഗീയ മർമ്മങ്ങളുടെ കലവറകളാണ് 21 അധ്യായത്തിലുള്ളത്. स्वर्गीय मर्म का रहस्य बातें भरा हुआ है इस प्रकाशित वाक्य का 21वें अध्याय. ഭൂമിയിൽ കൂടാരവാസികളായ നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന നിത്യമായ കരുതലാണ് ഇതിനകത്തെ വിഷയം. इस धरती पर तंबू में रहने वाला हम लोगों के लिए परमेश्वर ने क्या क्या रखा है उसके बारे में इधर लिखा गया है. അതിൽ എല്ലാം പുതുമ നിറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. वो सब में ताजा बातें यहाँ पर लिखा गया है. ഇവിടെ കൂടാരം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം അത് കൂടാരം എന്നുള്ള അർത്ഥമല്ല. यहाँ पर जो तंबू करके जो लिखा गया है उसका सच्चा मतलब बोलेगा तो तंबू नहीं है. ദൈവത്തിന്റെ കാലനിർണയം എന്ന് പറയുന്നത് 1000 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞാലും അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ടെമ്പററിയാണ്. परमेश्वर के दृष्टि में जो 1000 साल 10,000 साल लाखों लाख बोलेगा तो परमेश्वर के दृष्टि में वो टेम्पररी है. ഇവിടെ മറ്റ് ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിൽ कई इंग्लिश अनुवाद में हाउस ऑफ गोल्ड എന്നും
ഹൗസ് ഓഫ് ഗോഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. परमेश्वर का भवन करके और परमेश्वर का सोना करके लिखा गया है. അതിനെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇത് ദൈവത്തിന്റെ ഭവനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുസമാചാर 14 अध्याय में वहां पर परमेश्वर का भवन करके लिखा गया है. പാവനമാം പട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ പവിത്ര നഗർ करके भी लिखा गया है. हेवनली टैबरनाकल എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗീയ ടാബർനാക്കൽ करके बोला है. Look the home of God എന്നാണ് പറഞ്ഞിരിക്കുന്നത്. परमेश्वर का भवन को देखो ऐसा करके लिखा है. അത് ന്യൂ ജെറുസലേം എന്നും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. वो नया यरूशलेम करके खास करके लिखा है. വർണ്ണ വൈവിധ്യത്താൽ ശ്രദ്ധേയമായ രത്നങ്ങളാൽ അലങ്കൃതമായ ഒരു വലിയ സൗധത്തെയാണ് കൂടാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. तरीक तरीके का मोतियों से बनाया हुआ एक बहुत बड़ा शहर है. इसको ही ये तंबू करके लिखा है. ഇനി ബൈബിളിലേക്ക് നമുക്ക് തിരിയാം. इस हिंदी बाइबल की ओर हम देखें. 21-3 വാക്യം ആദ്യം ഇവിടെ വായിക്കുന്നു. उसका प्रवासित वाक्य के 21 अध्याय का तीसरा कलाम हम पढ़कर देखें. സ്വർഗ്ഗത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. फिर मैंने सिंहासन में से किसी का ऊंचा शब्द से कहते हुए सुना, देख परमेश्वर का डेरा मनुष्यों के बीच में. ഇവിടെ പറയുന്നതിന്റെ പശ്ചാത്തലം കൂടെ ഒന്ന് മനസ്സിലാക്കണം. यहाँ पर जो बोलता है उसका पश्चातल भी हमें देखना है. പഴയ നിയമകാലമെല്ലാം കഴിഞ്ഞു. पुराना नियम का समय तो सब खत्म हो गया. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരമായിരിക്കുന്ന പുതിയ നിയമമാണത്. प्रभु यीशु मसीह का मनुष्य का रूप धारण लेकर इस दुनिया में आया उस समय है. ഇത് കൃപായുഗമാണ്. ये कृपायुग है. ഈ കൃപായുഗത്തിൽ ആയിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. इस कृपायुग में रहने वाला परमेश्वर का लोगों के लिए खास करके लिखा हुआ बात है. ഇവിടെ ഒരു ക്രമം പറയുവാൻ താല്പര്യപ്പെടുന്നു. यहाँ पर एक खास बात ये बोलना चाहते हैं. ഈ കൃപായുഗത്തിൽ ഒരുക്കപ്പെട്ടവരെ സ്വർഗ്ഗത്തിൽ കാവളത്തിനോട് കൂടെ എടുത്തുകൊള്ളപ്പെടും. इस कृपा युग में जो तैयारी के साथ रहने वाला लोगों को परमेश्वर तुरही की आवाज सुनाकर इधर से उठा लिया जाएगा. വിശുദ്ധന്മാർക്ക് പ്രതിഫലങ്ങളും കിരീടങ്ങളും കൊടുക്കും. अपना पवित्र लोगों को प्रतिफल और मुकुट दिया जाएगा. അങ്ങനെ 7 വർഷം സ്വർഗ്ഗത്തിൽ തന്നെ വിശുദ്ധന്മാർ സ്വർഗ്ഗത്തിൽ തന്നെ ആയിരിക്കും. ऐसा अपना पवित्र लोग 7 साल परमेश्वर के साथ स्वर्ग में रहेगा. ആ സമയം ഭൂമിയിൽ മഹാപീഡനവും ആയിരിക്കും. उस समय इस धरती पर മഹാ വിപത്തി का समय होगा. അത് കഴിയുമ്പോൾ കർത്താവ് യേശുവും തന്റെ സകല വിശുദ്ധന്മാരുമായി ഒരുമിച്ച് ഭൂമിയിലേക്ക് വരും. उसके बाद में परमेश्वर अपना पवित्र लोगों के साथ में इस दुनिया में आएगा. 1000 വർഷം ദൈവിക രാജഭരണം ഇവിടെ നടക്കും. 1000 साल तक परमेश्वर का राजकीय शासन यहाँ पर होगा. അതിനുശേഷം തന്റെ വിശുദ്ധന്മാരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കും. यहाँ उसके बाद में परमेश्वर अपना पवित्र लोगों को यहाँ से दूसरा जगह पर रखेगा. ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും. ഭൂമി കത്തി ചാമ്പലാകുന്ന ഒരു ദിവസം വരും. इस धरती और इसका सब कामकाज उस दिन आग से जल जाएगा और एक नया धरती बन जाएगा. അത് ഈ ഭൂമിയുടെ അന്ത്യമാണ്. इस धरती का अंत वहां पर होएगा. അത് ലോകാവസാനം എന്ന് പറയാം. उसको दुनिया का अंत करके भी बोल सकता है. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്ന ഒരു കാലമാണ്. आकाश बहुत गंभीर शब्द के साथ निकल जाने वाला है. ഭൂമി എല്ലാവിധമായ ആണവ ആയുധങ്ങളും കത്തി അമർന്ന് ഒരു കത്തുന്ന ഇന്ധനം പോലെ ആയിത്തീരും. इस पृथ्वी पूरा आलिया जो आयुध बना के रखा है, जो हथियार बना के रखा है, अणु का हथियार, वो सब एक आग का पट्टी समान जलने वाला है. അങ്ങനെ കത്തി ഉയരുന്ന തീയും പുകച്ചുരുളും നിമിത്തം ആകാശം കൊടുമുഴക്കത്തോടെ മാറിപ്പോകും. इस आग के द्वारा जो बहुत बड़ा धुआं निकलने के कारण आकाश बहुत गंभीर शब्द के साथ निकल जाएगा. ഭൂമിയുടെ സുരക്ഷിത കവചത്തെ മാത്രമാണ് ഇവിടെ ആകാശത്തട്ടുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. इस पृथ्वी का जो सुरक्षा बंद है उसी के लिए ही तो आकाश करके बोला गया है. അതിനപ്പുറം ജ്യോതിർഗോളങ്ങളും സൗരയൂഥങ്ങളും മിൽക്കി വേകളും സ്വർഗ്ഗവും ഒക്കെ കിടപ്പുണ്ട്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. उसके ऊपर जो परमेश्वर का स्वर्ग और कई मिल्की वे सब कुछ रखा है. ഭൂമിയും അതിന്റെ പണികളും വെന്തു പോവുകയാണ്. इस पृथ्वी और उसका सारे कामकाज जलकर निकलने वाला है. ക്രമമനുസരിച്ച് ഏറെക്കാലം കഴിയുമ്പോൾ പുതിയ ഭൂമിയും പുതിയ ആകാശവും വെളിപ്പെടും. समय के अनुसार नया आकाश और नया पृथ्वी निकल आएगा. ഇവയെ കുറിച്ച് സംശയം
മാറ്റണമെങ്കിൽ ധാരാളം വിഷയങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. इसके बारे में अगर विस्तार में कहना है तो बहुत सारे कहना है. 21 ഒന്നാം വാക്യം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. एक प्रकाशित वाक्य 21 अध्याय का पहला कलाम में लिखा गया, फिर मैंने नया आकाश और नया पृथ्वी को देखा, क्योंकि पहला आकाश और पहली पृथ्वी जाती रही और समुद्र भी ना रहा. ഇന്ന് ഭൂമിക്ക് സമാനതയുള്ള, ഭൂമിയേക്കാൾ 5-10 മടങ്ങ് വലിപ്പമുള്ള അനേക ഭൂമിമാരെ ആകാശത്തിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. आज के युग में धरती से 5 या 10 गुना बड़ा पृथ्वी समान ग्रह को इस दुनिया में खोलकर निकाल रहा है. ഭാവിയിൽ അതിൽ ഒന്നിനെ ശുദ്ധീകരിച്ച് വാസയോഗ്യമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. भविष्य में उसमें किसी को भी शुद्ध करके वहां पर वास योग्य बनाकर मनुष्य को वहां पर रखना शायद परमेश्वर का उद्देश्य होगा. അതിവിസ്തൃതമായ ആ ഭൂമിയിൽ പുതിയ യെരുശലേം എന്ന ദൈവസൗധം ഇറങ്ങി വരും. हालेलुया. अति विस्तृत उस जगह पर जो नया यरूशलेम करके जो परमेश्वर का नगर है वो उतर आएगा. ഇത് കൊച്ചു കുഞ്ഞുങ്ങളോട് ഒരു കഥ പറയുമ്പോഴുള്ള കാര്യമല്ല. छोटे बच्चों को एक कहानी सुनाने का जैसा ये बोलना नहीं है. നിത്യനായ മഹാദൈവത്തിന്റെ നിത്യതയിലെ കാര്യനിർണയമാണ്. अनंतकाल की परमेश्वर की जो अनंतकाल की बातें है ये. ആ ഭൂമിയിൽ ഇറങ്ങുന്ന ഒരു സൗധമാണ് 21 അധ്യായം. इस पृथ्वी पर जो उतर आने वाला एक बहुत बड़ा मकान है. इस 21 अध्याय में कहा गया यरूशलेम की नगर. ഇത് നിത്യതയുടെ തുടക്കമാണ്. ये अनंतकाल की जो शुरुआत है. നിത്യത എന്ന് പറഞ്ഞാൽ തുടക്കവും ഒടുക്കവുമില്ല. अनंतकाल बोलेगा तो उसको शुरुआत और अंत नहीं है. എന്നാൽ ദൈവസൃഷ്ടിയുടെ ആരംഭം എന്ന ഒരു തുടക്കമുണ്ട്. അവസാനം എന്ന് പറയുന്ന നിത്യതയെ കുറിച്ചും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. परमेश्वर का जो सृष्टि का आरंभ करके एक समय है, लेकिन अनंत काल के बारे में बोलेगा तो उसका अंत नहीं होता है. നിത്യത മുതൽ നിത്യത വരെ എന്ന് പറഞ്ഞാൽ अनंत काल से लेकर अनंत काल तक. ഇതിനകത്ത് ദൈവത്തിന്റെ കാല നിർണയങ്ങളുടെ അനേക യുഗങ്ങളുണ്ട്. इसमें परमेश्वर का जो निर्णय के अनुसार कई युग दिया हुआ है. ആ യുഗങ്ങൾ കഴിഞ്ഞു മാറുമ്പോഴാണ് പിന്നെ നിത്യത എന്ന പാട്ടിലേക്ക് വരുന്നത്. ये कई युगों का समाप्त होने के बाद अनंत काल के युग में हम प्रवेश करता है. യുഗങ്ങൾ എന്ന് പറഞ്ഞത് 100 വർഷമോ 1000 വർഷമോ ആയാലും അത് ടെമ്പററി ആണ്. ये युग बोलेगा तो 100 वर्ष 1000 वर्ष नहीं तो 10,000 वर्ष बोलेगा तो वो भी परमेश्वर के दृष्टि में टेम्पररी है. എന്നാൽ നിത്യത എന്ന് പറയുന്നത് ടെമ്പററി അല്ല, അത് നിത്യമാണ്, ഇറ്റേണൽ ആണ്. लेकिन अनंतकाल बोलेगा तो टेम्पररी नहीं है, वो अनंतकाल तक है, उसके लिए कोई अंत है ही नहीं. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാ की सुसमाचार 14वें अध्याय के पहले से लेकर 14 कलाम तक യേശു വിശ്വസിച്ച് അടുക്കൽ വന്ന ബഹുപുരുഷാരത്തോടും ശിഷ്യന്മാരോടും പറഞ്ഞത്, प्रभु यीशु मसीह के ऊपर विश्वास करके आया हुआ भीड़ को और अपने शिष्यों को प्रभु यीशु मसीह ने कहा, ഇവിടെ നിങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ്. यहाँ पर आप लोगों का जिंदगी बहुत मुश्किल से भरा हुआ है. നാനാവിധ പരീക്ഷകളും ദുഃഖവും വേദനയും നിലവിളിയും കൊണ്ട് അവസാനിക്കുന്നതാണ്. कई प्रकार की परीक्षाओं से होकर जाना, दर्द मुसीबत तकलीफ उठाना पड़ेगा. എന്നാൽ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. लेकिन अपना हृदय कभी भी व्याकुल ना हो. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. मेरा पिता के घर में कई वास स्थान है. ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. अगर नहीं होता तो मैं तुम्हें कहता था, ഇതാ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ ഞാൻ പോകുന്നു. मैं अभी तुम्हारे लिए वास स्थान बनाने के लिए जा रहा हूँ. അതിനെയാണ് ഹൗസ് ഓഫ് ഗോൾഡ് എന്നും ഹൗസ് ഓഫ് ഗോഡ് എന്നും പറഞ്ഞിരിക്കുന്നത്. उसके लिए परमेश्वर का स्वर्गीय भवन नहीं तो परमेश्वर का सोना नहीं तो परमेश्वर का भवन करके कहा है. ആ ദൈവ ഭവനത്തെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലാണ്. उस स्वर्गीय भवन के बारे में प्रकट रूप में कहा गया है प्रकाशित वाक्य 21 अध्याय में. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ഒരു ദൈവിക വെളിപ്പാടിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. लेकिन इब्रानियों की पत्रिका 11वें अध्याय में प्रेरित पौलुस ने एक व्यक्त रीति से उसको बताया है. ആ നഗരത്തെ, ആ ബിൽഡിങ്ങിനെ കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 12:22 വാക്യത്തിൽ വായിക്കുന്നു, उसका 12 का 22 ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേം എന്നാണ്.
तुम सियोन के पहाड़ के पास और जीवते परमेश्वर के नगर स्वर्गीय यरूशलेम के पास അനേക ആയിരം ദൂതന്മാരുടെ സർവ്വസംഘവും ഉൾപ്പെട്ടതാണ് ഈ വീട്. लाखों लाखों स्वर्ग दूतों का भी हालेलुया है ये भवन. അത്രയും വലിയൊരു ബിൽഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? इतना बड़ा एक मकान के बारे में अगर हम सोच विचार कर सकता है क्या? 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം വായിച്ചാൽ दूसरे कोरिन्थी 5वें अध्याय के पहले कलम से लेकर 14 कलम तक हम पढ़ेगा तो അത് കൈപ്പണിയല്ലാത്ത നിത്യഭവനമാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. वहां पर जो हाथ से बिना बना हुआ परमेश्वर का अनंत काल की भवन है करके लिखा है. അവിടെ തന്നെ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. वहां पर ही परमेश्वर का दान रूपी मकान करके भी लिखा गया ആ है. ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. यो परमेश्वर का दान रूपी एक मकान ऐसा स्वर्ग में है करके हम जानते हैं. അത് എബ്രായർ 9-ന്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ इब्रानियों की पत्री 9वीं अध्याय की 11वीं कलम में हम पढ़ते हैं तो കൈപ്പണിയല്ലാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. वहां पर ऐसा लिखा गया है एक अच्छी अच्छी वस्तुओं के जो बनाया हुआ और हाथ से नहीं बनाया हुआ एक सिद्ध भवन. കൂടാരവാസികളായിരുന്ന അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന പൂർവികർ डेरा में रहने वाला जो अब्राहम, इसहाक वगैरह जो पूर्वजनों से അവർ കൂടാരവാസികളായിരുന്നു. वो डेरावासी थे. അവർ വലിയ വലിയ ധനവാന്മാരായ പ്രഭുക്കന്മാരായിരുന്നു. वो बड़े धनी और प्रभु लोग थे. എന്നാൽ ഈ ഭൂമിയിൽ അവർ കൂടാരവാസികളായിരുന്നു. लेकिन फिर भी वो लोग इस धरती में डेरा में वास करने वाला डेरावासी थे. യഹോവയായ മഹാദൈവത്തിന്റെ ശബ്ദം നേരിട്ട് കേട്ടിട്ടുള്ള ഭക്തന്മാരാണ് അവർ. परमेश्वर सर्वशक्तिमान परमेश्वर की आवाज अपना स्वयं सुना हुआ परमेश्वर के लोग थे. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 9, 10, 13, 16 വാക്യങ്ങൾ നമ്മൾ ഇവിടെ വായിക്കും. इब्रानियों का पत्र 11वीं अध्याय का 11, 12 और 15 कलम यहाँ पर पढ़ेंगे. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനായി അവർ കാത്തിരുന്നതാണ് അവിടെ വായിക്കുന്നത്. क्योंकि वह उस स्थिर नींव वाली नगर की बाट जोता था जिसका रचने वाला और बनाने वाला परमेश्वर है. ദൂരത്ത് നിന്ന് അവർ അതിനെ കണ്ടു. दूर से वो दृष्टि करके उस नगर को देखा, അഭിവന്ദിച്ചു, उसको हालेलुया वंदना किया. ഇവിടെ അന്യരും പരദേശികളും ഒന്ന് ഏറ്റുപറഞ്ഞു. यहाँ पर हम अन्य और परदेशी है करके कबूल किया. അപ്പൊ ഇതാണ് പഴയ ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം. पुराना नियम का भक्त लोगों के बारे में यहाँ पर ऐसा कहा है. അവർ ദൈവം സൃഷ്ടിച്ചതായ വലിയ ഒരു സൗധത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. परमेश्वर ने बनाया हुआ एक बहुत बड़ा मकान के बारे में लिखा गया है. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. यहाँ पर स्थायी कोई भी मकान नहीं, न तो शहर नहीं है. വരുവാനുള്ളത് അത്രേ നമ്മൾ കാത്തിരിക്കുന്നു. जो आने वाला नगर के लिए हम लोग वाट जोते हैं. അങ്ങനെ ഒരു നഗരത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ऐसा एक शहर के बारे में यहाँ पर कहा गया है. ഇനി നമുക്ക് ആ നഗരത്തിന്റെ മഹത്വത്തെ ഒന്ന് വായിക്കാം. जो शहर की महिमा के बारे में हम पढ़ें. അതിന്റെ വലിപ്പം 21-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നു. उसका जो लंबाई चौड़ाई के बारे में प्रकाशित वाक्य 21 अध्याय में लिखा गया है. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഇത്. प्रियो, हमारे सोच विचार में हम कर नहीं सकता है इसी बात है. എങ്കിലും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് വായിക്കുകയാണ്. लेकिन फिर भी हमारे समझ में उतर सकता है, ऐसा ही यहाँ पर लिखा गया है. പുതിയ യെരുശലേം എന്ന സ്വർഗീയ കൂടാരം, वो नया यरूशलेम करके जो डेरा है സമചതുരമായി കിടക്കുന്നു. वो स्क्वायर में पड़ा है. അതിന്റെ വീതിയും നീളവും സമം എന്ന് വായിക്കുന്നു. उसका लंबाई और चौड़ाई एक सरीका है. ദൂതൻ അളവുകോൽ കൊണ്ട് ആ നഗരത്തെ അളന്നതായിട്ട് അവിടെ വായിക്കുന്നു. एक दूत ने नापने का माप से उसको माप किया करके वहां पर लिखा है. 1200 നാഴിക എന്ന് കണ്ടു. वो 1200 कोस करके वहां पर लिखा है. മലയാളം ബൈബിളിൽ 1200 നാഴിക എന്നാണ് വായിക്കുന്നത്. मलयालम बाइबल में 1200 कोस करके लिखा है.
और हिंदी में इसको तो 750 कोस लिखा हुआ है। 1500 മൈൽ എന്ന് വേറൊരു കണക്ക് പറയുന്നുണ്ട്. 1500 मील करके भी एक दूसरा जगह पर बोला है. അതിനെ ഇംഗ്ലീഷ് ബൈബിളിൽ 12,000 ഫർലോങ്സ് എന്ന് പറയുന്നു. अंग्रेजी में इसको 12,000 फरलोंग करके लिखा गया है. അതിനെ ഇംഗ്ലീഷിൽ മറ്റൊരു കണക്ക് പറയുന്നുണ്ട് 2400 കിലോമീറ്റർ. दूसरे एक जगह पर ऐसा लिखा गया है 2400 किलोमीटर. ആ പുതിയ യെരുശലേം എന്ന ദൈവത്തിന്റെ കൂടാരത്തെ കുറിച്ചാണ് പറയുന്നത്. नया यरूशलेम करके परमेश्वर का जो डेरा है उसका माप के बारे में यहाँ पर कहा है. 2400 കിലോമീറ്റർ നീളം, വീതി, അത്രയും ഉയരം. 2400 किलोमीटर लंबाई और 2400 किलोमीटर चौड़ाई और ऊंचाई एक सरीका है. ഇന്ന് ലോകത്തിൽ പണിതിട്ടുള്ള ഏറ്റവും വലിയ ബിൽഡിംഗ് ബർജ് ഖലീഫ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്. आज दुनिया में बनाया हुआ मकानों से सबसे बड़ा ये है जो ब्रिज खलीफा करके जो बिल्डिंग बना है. അത് ദുബായിൽ പണിതിരിക്കുന്ന ടാലസ്റ്റ് ബിൽഡിംഗ് ആണ്. वो दुबई में बना हुआ सबसे ऊंचा मकान है. 168 നിലയുണ്ട്. उसका 168 स्टोरी है. എന്നാൽ പോലും 3/4 കിലോമീറ്റർ ഉയരമേ ഉള്ളൂ. दुबई में जो सबसे ऊंचा मकान जो बना हुआ है उसका भी 830 मीटर नहीं तो 1 किलोमीटर से नीचे ही उसका ऊंचाई है. അതിന് ബേസ്മെന്റ് കൊടുത്തിട്ട് അതിന് മീതെ തൂണ് പോലെ നിൽക്കുന്ന ഒരു ഗോപുരമായിട്ടാണ് കാണുന്നത്. उसका नींव बनाकर उसको एक बनाया हुआ एक खंबा सरीका एक मकान है. ആ ബിൽഡിംഗിന്റെ ടോപ്പ് പോയിന്റ് ഒരു ഏരിയയിൽ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. उसका उस मकान का जो ऊपर का भाग एक स्तूप जैसा ही बना हुआ है. ഇതാണ് ആ ബിൽഡിംഗ് നിങ്ങൾ കാണുന്നു. ये बिल्डिंग ये मकान जो आप देख रहा है चित्र में അതിന്റെ ബേസ്മെന്റിന്റെ അളവും ഉയരവും വീതിയും ഒന്നും ഒരു ബന്ധവുമില്ല. उसका जो न्यू बनाया हुआ बेसमेंट और उसका ऊंचाई के कोई भी संबंध है ही नहीं. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അളവ് ഹിന്ദിയിൽ ആ മെഷർമെന്റ് എന്ന് വായിക്കുക. इसमें जो मकान जो नया यरूशलेम का है उसमें लिखा हुआ है 750 कोस उसने मापा है. അത്രയും നീളവും വീതിയും ഉയരവുമുണ്ട്. उसका ऊंचाई उसका लंबाई चौड़ाई और ऊंचाई एक समान है 750 कोस का है. ഈ ഭൂമിയിൽ ഇതുവരെ 1 കിലോമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ബിൽഡിംഗ് പണിയാൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. इस दुनिया में आज तक इतना भी हालेलुया मनुष्य कोशिश करे तो 1 किलोमीटर लंबाई चौड़ाई और ऊंचाई के एक मकान बना नहीं पाया है. എന്നാൽ ഇവിടെ പറയുന്ന ദൈവത്തിന്റെ നിർമ്മിതിയായ സ്വർഗീയ യെരുശലേം വളരെ വലുതാണ്. लेकिन यहाँ पर जो कहा गया है परमेश्वर का स्वर्गीय यरूशलेम जो परमेश्वर ने बनाया है वो बहुत बड़ा है. അതിന്റെ ബേസ്മെന്റ് ഇടാൻ ഈ ഭൂമിക്ക് ഒരിക്കൽ സാധ്യമല്ല. उसका नींव डालने का इस धरती पर कभी भी हो नहीं सकता है. അതിനുവേണ്ടി പുതിയ ഭൂമിയെ ദൈവം ഇറക്കിക്കൊണ്ടുവരിക. इसलिए परमेश्वर नया भूमि को बना रहा है. പ്രിയമുള്ളവരെ, ഈ സ്പേസിൽ प्रियो इस आकाश में ഈ ഭൂമിയെക്കാളും 5, 7, 10 മടങ്ങ് വലിപ്പമുള്ള അനേക ഭൂമിമാരെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. इस हालेलुया स्पेस में इस आकाश मंडल में धरती से भी 5 गुना 7 गुना 10 गुना बड़ा कई भूमियों को देख रहा है. ശാസ്ത്രജ്ഞന്മാർ അവയെ തെളിച്ച് പേരുമിട്ടിട്ടുണ്ട്. वैज्ञानिक लोगों उसने ढूंढ कर निकाला है और उसका नाम भी दिया गया ഈ है. ഭാവി നാളുകളിൽ इस भविष्य में അങ്ങനെയുള്ളൊരു ഭൂമിയെ ദൈവ സ്പേസിൽ ഒരുക്കി നിർത്തും. ऐसा एक पृथ्वी को परमेश्वर ने बनाकर तैयार करके रखेगा. അത് ദൈവത്തിന്റെ കൂടാരമായ പുതിയ യെരുശലേം അവിടെ സ്ഥാപിതമാക്കും. ये परमेश्वर का जो डेरा नया यरूशलेम वहां पर स्थापना किया जाएगा. നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കൂ. आप थोड़ा सोच कर देखिए. 1 കിലോമീറ്റർ അല്ല, 2 കിലോമീറ്റർ അല്ല, 1 किलोमीटर नहीं, 2 किलोमीटर नहीं, 100 1000 100 नहीं, 1000 भी नहीं है. അത്രയും ഉയരമുള്ളതായ വലിയ ഒരു സൗധമാണ് ദൈവത്തിന്റെ കെട്ടിടം. इतना 2400 किलोमीटर लंबाई चौड़ाई और ऊंचाई वाला एक महाशहर है परमेश्वर का यरूशलेम. ദൈവത്തിന്റെ സൃഷ്ടികളായ പ്രിയ മനുഷ്യർക്ക് പാർക്കുവാനായി ദൈവം ഒരുക്കിയതായ കെട്ടിടമാണ്.
परमेश्वर का जो बना सृष्टि किया हुआ मनुष्य को रहने के लिए परमेश्वर ने स्वयं बनाया हुआ शहर है। ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു, बाइबल स्पष्ट रीति से कहता है ദൈവം ശില്പിയായി നിർമ്മിച്ചതാണ്. परमेश्वर सृष्टिकर्ता करके बनाया है। നല്ല അടിസ്ഥാനം ഇട്ടിരിക്കുന്നതാണ്. परमेश्वर ने उसका अच्छी तरह से नींव डाला है। മനോഹരമായ രത്നങ്ങളാൽ അലങ്കൃതമായ ഗോപുരങ്ങളുള്ളതാണ്. एकदम सुंदर मोतियों से सजा हुआ है उसका जो फाटक है। അതിന് 4 വശത്തും 12 എൻട്രൻസ് ഉണ്ട്. उसका चारों तरफ 12 हालेलुया द्वार है अंदर प्रवेश करने के लिए। എല്ലാം ഓരോ വിധമായ മുത്ത് മലകളാൽ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. वो फाटक सब मोतियों से सजा हुआ है और बहुत सुंदर है। വെളിപ്പാട് 21-ാമത്തെ മുഴുവൻ അവയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. प्रकाशित वाक्य 21 अध्याय पूरा उसके बारे में वर्णन किया गया है। ആ ഗോപുരങ്ങളിൽ സ്വർഗ്ഗത്തിലെ ശക്തന്മാരായ ദൂതന്മാർ കാവൽഭടന്മാരായി നിൽക്കുന്നു. उस फाटकों में स्वर्गीय सेना सब प्रभावशाली दूत लोग वहां पर सुरक्षा कवच बनाता है। ഒറ്റ സ്ഫടിക തുല്യമായ രത്നങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള ഒരു കെട്ടിടമാണ്. चौका सोने से कांच समान बनाया हुआ एक सुंदर मकान है ये। വലിയ മനോഹരമായ ചുറ്റുമതിലുകൾ പറഞ്ഞിട്ടുണ്ട്. बहुत बड़ा शहर बना उसका चारों मोर बनाया है। ഒരു മനുഷ്യന്റെ ചിന്തയിൽ അതിന്റെ ബൃഹത്തായ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു വർണ്ണിക്കാൻ കഴിയില്ല. उसका शोभा इतना सुंदर है उसके बारे में कोई भी मनुष्य के दिमाग में उतर भी नहीं सकता, वैसा ही है। വിശ്വാസത്തിന്റെ ടെലസ്കോപ്പിൽ കൂടെ പൂർവ്വപിതാക്കന്മാർ ആ ഭവനത്തെ കണ്ടു. विश्वास की टेलीस्कोप से के द्वारा परमेश्वर का दास लोग अपना पूर्वजन उसको देखा है। ഞങ്ങളുടെ ഭാവി ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ अभिवंदिച്ചു. भविष्य काल में हमें मिलने वाला सुंदर मकान है करके उसकी वंदना किया। ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമായി എണ്ണിപ്പാർക്കുകയായിരുന്നു. इस पराये देश में परदेशी होकर गिन गिन कर अपना समय निकाल रहा था। കർത്താവ് യേശു പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ. तो यीशु मसीह ने कहा हुआ बात और एक बार दोहराता हूँ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. तुम्हारा हृदय कभी भी व्याकुल ना हो। എന്നിൽ വിശ്വസിപ്പീൻ, उस पर विश्वास करे, എന്റെ സ്വർഗീയ പിതാവിൽ വിശ്വസിപ്പീൻ. मेरे पिता के ऊपर विश्वास എന്റെ करे। പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. मेरे पिता के भवन में कई निवास स्थान है। നിങ്ങളുടെ അവകാശമായ പാർപ്പിടം ഒരുക്കുവാൻ ഞാൻ അവിടെ പോകുന്നു. तुम्हारे लिए भवन बनाने के लिए मैं वहां जा रहा हूँ। അത് ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെ വീണ്ടും വന്ന് എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. वो बनाने के बाद में फिर से आकर मैं तुम्हें मेरे पास लिया जाएगा। നമ്മുടെ രക്ഷിതാവായ കർത്താവ് യേശു हमारा उद्धारकर्ता प्रभु यीशु मसीह നമുക്ക് ബലമായി നൽകിയ നിത്യജീവന്റെ പ്രത്യാശയാണത്. हमारा हालेलुया दिया हुआ अनंत काल की जीवन की आशा है ये। നിത്യതയിലെ ദൈവത്തിന്റെ പദ്ധതിയാണത്. अनंत काल की परमेश्वर की योजना है ये। ഈ ലോകത്തിന്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. इस दुनिया का और इसकी सारी लालसाएं निकल जाएगी, എന്റെ ദൈവത്തിന്റെ പദ്ധതികളോ നിലനിൽക്കും. लेकिन परमेश्वर की योजना हमेशा अटल रहेगा। ഇത്രയും ബൃഹത്തായ സ്വർഗീയ സൗധത്തെ इतना बड़ा परमेश्वर की इस मंदिर को ഈ 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിച്ചു. इस 21 अध्याय के 3रा कलाम में हम पढ़ा है, ഇത് ദൈവത്തിന്റെ കൂടാരമാണ്. ये परमेश्वर की डेरा है। ഹല്ലേലൂയ. हालेलुया। മുത്തുകളാൽ അലങ്കൃതമായ സ്വർണ്ണ നിർമ്മിതമായ ബിൽഡിംഗ്, मोतियों से सजा हुआ चौका सोने से बना हुआ है इस मंदिर। 1500 മൈൽ ഉയരമുള്ള ബിൽഡിംഗ്, 2400 किलोमीटर ऊंचाई का ये मकान, അതിന് അനുയോജ്യമായ ആകാശത്തട്ട്, उसके अनुरूप जो आकाश का विधान, പഴഞ്ചനായി ഇന്നത്തെ ആകാശത്തെ മാറ്റി പുതിയ ആകാശം ഇവിടെ കൊണ്ടുവരികയാണ്. आज का जो आकाश एकदम जूना और पुराना हो गया है वो, लेकिन उसको परमेश्वर निकाल कर एकदम नया आकाश को बना देता है। Praise the Lord. ഒരു നാൾ നാം അവിടെ എത്തിച്ചേരും. हालेलुया। एक दिन हम वहां पहुंच जाएंगे। ആ ദൈവത്തിന്റെ കൂടാരത്തിൽ നമ്മൾ എത്തിച്ചേരും. उस परमेश्वर का बनाया हुआ डेरे में हम वास करेंगे। പിതാവും പുത്രനും നമ്മൾ ഒരു കുടുംബമായി തീരുകയാണ്. पिता पुत्र और हम लोग एक साथ मिलकर एक परिवार बन जाएंगे। ഇതാണ് ദൈവത്തിന്റെ ഫാമിലി എന്ന് പറയുന്നത്. यही परमेश्वर का
परिवार है। പൗലോസ് പറയുന്നു, प्रेरित पौलुस कहता ഈ है മുഖത്ത് ഓർക്കുമ്പോൾ इस महिमामय बात को പിതാവിന്റെ सोचने के समय സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. पिता परमेश्वर के उपस्थिति में मैं घुटना टेकता हूँ। സ്വർഗത്തിലും ഭൂമിക്കും കാരണഭൂതനായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. स्वर्ग और पृथ्वी का कारण बना हुआ परमेश्वर के सामने मैं घुटना टेकता हूँ। ഹല്ലേലൂയ. हालेलुया। ലക്ഷ്യമതാണ്, എൻ ആശയമാണ്, എൻ ജീവനാഥനെ ഞാൻ എങ്ങു കാണുമോ. നല്ല ഗാനങ്ങൾ പാടുവാൻ താല്പര്യമുണ്ട്. अच्छा गीत गाने के लिए इच्छा तो होता है। മലയാളത്തിൽ തത്തുല്യമായി ഹിന്ദിയിൽ പാടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പാടാത്തത്. मलयालम के समान हिंदी में गीत गाना तो मुश्किल है। പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. प्रियो, ये सच्चाई को आप जान लिया है। നിത്യത സത്യമാണ്. अनंत काल एक सच्चाई की बात है। നിത്യതയിൽ പോകുന്നത് ദൈവ മക്കളാണ്. अनंत काल के युग में प्रवेश करना परमेश्वर के लोग हैं। ഭൂമിയിലെ സകല ജാതികളിൽ നിന്ന് ഒരുക്കപ്പെട്ട ദൈവമക്കളുടെ അവകാശമാണ് പുതിയ യെരൂശലേം. इस धरती पर से जो पूरे चुना हुआ परमेश्वर का लोगों का एक वास स्थान है नया यरूशलेम। ഒരു നാൾ നാം അവിടെ എത്തിച്ചേരും. एक दिन हम वहां पर पहुंच जाएंगे। പ്രിയനോടൊപ്പം യുഗകാലങ്ങൾ വസിക്കും. हमारा प्रभु यीशु मसीह के साथ अनंत काल के युग में हम वास करेंगे। സാക്ഷാൽ സ്വർഗത്തിന്റെ ആരംഭമാണ് ഇവിടത്തെ ആരംഭം. हालेलुया। जो सचमुच स्वर्गीय वास स्थान की जो शुरुआत है इस धरती का हमारा मसीह जिंदगी। ഈ ഭൂമിയിൽ നമ്മൾ 70 വർഷം ദഹിക്കാൻ വളരെ കഷ്ടപ്പെടുന്നു. इस धरती पर हम 70 साल काटने के लिए बहुत मुश्किल उठाना पड़ता ചിലപ്പോൾ है। അല്പസമയം കൂടെ മുന്നോട്ട് പോയെന്ന് വരും. शायद थोड़ा और लंबा हो जाएगा आयु। നാനാവിധമായ പരീക്ഷകളാൽ നിറയപ്പെട്ട ജീവിതം. कई प्रकार की परीक्षाओं को सहन करना पड़ता है इसमें। ആപത്തുകളും അനർത്ഥങ്ങളും കൊണ്ട് നിറയപ്പെട്ട ജീവിതം. विपत्तियों से, तकलीफों से, मुसीबतों से भरा हुआ जिंदगी से, രോഗങ്ങളും വ്യാധികളും കൊണ്ട് നിറയപ്പെട്ട ജീവിതം. कई प्रकार की बीमारी और परेशानियां यहाँ पर है। മനോവേദനപ്പെട്ട് നിലവിളിക്കുന്ന ഒരു ജീവിതം. जो तकलीफ और मुसीबत से रोना चिल्लाना हमें वहां पर पड़ता है। ഇത് ഒരു നിഴൽ പോലെ വേഗത്തിൽ കഴിഞ്ഞു പോകും. एक छाया के समान जल्दी से जल्दी कदम हो जाएगा। എന്നാൽ നിത്യനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന തന്റെ ജനത്തിന്, लेकिन अनंतकाल की परमेश्वर के ऊपर विश्वास करने वालों को നിത്യജീവൻ ദൈവം ദാനമായി നാം പ്രഖ്യാപിച്ചിരിക്കുന്നു. अनंतकाल की जीवन परमेश्वर ने दान दिया है करके उसने घोषणा किया है। ആ സ്വർഗീയ ഭവനത്തിൽ സ്വർഗീയ പൗരത്വം ലഭിച്ചവർക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. वो स्वर्गीय भवन में जो स्वर्गीय नागरिकता प्राप्त किया वो लोगों को ही प्रवेश कर पाएगा। ഹല്ലേലൂയ. അധികം हालेलुया। താമസിയാതെ നാം ഒരു നാൾ അവിടെ എത്തിച്ചേരും. हालेलुया। जल्दी से जल्दी वहां पर हम पहुंच जाएंगे। ക്രിസ്തു വിശ്വസിച്ചവർ മരിച്ചവർ അത് തന്നെ തേജസ്സോടുകൂടെ ഉയർത്തി നിൽക്കും. जो मसीह के ऊपर विश्वास करके हालेलुया मर गया है वो जीव होकर उठा लिया जाएगा। ജീവനോട് ഇരിക്കുന്നവർ തേജസ്സോടുകൂടെ രൂപാന്തരപ്പെടും. जो जीवित रहता है वो महिमावे होकर रूपांतर हो जाएगा। പല യുഗത്തിന്റെ ചില കാര്യങ്ങളുണ്ട്. वो युग, कई युग का ये बातें यहाँ पर है। അവസാനം ആ നിത്യയുഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. जो आखिरी में हम अनंतकाल के युग में प्रवेश करेगा। ഈ സ്വർഗത്തിന്റെ അതിമനോഹരമായ പിതാവിന്റെ ഭവനമാണ് ഹൗസ് ഓഫ് ഗോൾഡ് എന്ന് ആദ്യം പറഞ്ഞത്. जो पिता परमेश्वर का जो बहुत सुंदर जो निवास स्थान है, जो परमेश्वर का सोना का भवन। ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തിന് വലിയ വാഗ്ദത്തം. हमें सुनने वाला परमेश्वर के प्रियो, हमें दिया हुआ परमेश्वर की वायदा की बातें ये है। വാഗ്ദത്തത്തിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായവന്റെ കരുതലാണത്. वायदा के ऊपर विश्वास योग्य परमेश्वर का हमारे लिए जो रखा हुआ बात है ये। ഈ ദൈവം എത്ര മഹാനാണ്. ये परमेश्वर कितना महान है। യേശു ക്രിസ്തു അവിടെ എത്തിച്ചേരുവാനുള്ള വഴിയും സത്യവും ജീവനുമാണ്. प्रभु यीशु मसीह उधर पहुंचने का मार्ग, सच्चाई और जीवन है। മറ്റൊരുവൻ രക്ഷയില്ല. സ്വർഗത്തിലേക്ക് പോകുവാൻ ഏക മാർഗം യേശു ക്രിസ്തുവാണ്. स्वर्ग में जाने का और कोई रास्ता नहीं है। प्रभु यीशु मसीह के अलावा कोई भी रास्ता से स्वर्ग में हमें पहुंच नहीं सकता है। എല്ലാ പ്രിയപ്പെട്ടവരും ഒരുങ്ങുക. ദൈവം ആശീർവദിക്കുമാറാകട്ടെ. आप सभी लोग इस स्वर्गीय वास के लिए तैयार हो जाए। परमेश्वर आप सबको आशीष करे। ആമേൻ. आमेन।